ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തേത്. വേറെ ഒന്നുമല്ല, പെൺകുട്ടികൾക്ക് ക്രഷ് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ചില പെൺകുട്ടികളുണ്ട്, അവർ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നാൽ ചിലരാണെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ആളുകൾ അങ്ങനെ പുറത്തൊന്നും പറയത്തൊന്നുമില്ല, വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചോണം. അതായത് ബോയ്സ് വേണമെങ്കിൽ കണ്ടുപിടിച്ചോണം. ആ ഒരു രീതിയിൽ നടക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് കളിയാക്കലും ചിരിക്കലുമാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം അങ്ങനെ ആരോടും പറയത്തൊന്നുമില്ല. അതായത് അവൾ അവളുടെ ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ ആദ്യമേ പറയത്തൊന്നുമില്ല. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ അവരൊരു ഗ്രൂപ്പ് ഓഫ് 5 ആളുകളാണ് എങ്കിൽ അതിൽ ആ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയോടായിരിക്കും ആദ്യമേ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ അവളായിരിക്കും ബാക്കി ആ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നത്. അങ്ങനെയായിരിക്കും ആ ഒരു ഗ്രൂപ്പിൽ ഈ കാര്യം അറിയുന്നത്. ഇങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് തോന്നിയിട്ടുണ്ട് എങ്കിൽ അവളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു കളിയാക്കലും ഒരു ചിരിക്കലും ഒക്കെ തുടങ്ങും. അതായത് നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് നടന്നു വരികയാണ്. ഈ ഒരു സമയം അവളുടെ കൂട്ടുകാരിമാർ അവളുടെ കയ്യിൽ ഇങ്ങനെ നുള്ളുക, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ദേ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ തട്ടും. എന്നിട്ട് നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ അടക്കം പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയും അവളുടെ കുറച്ച് കൂട്ടുകാരോട് കൂടി നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഇതേപോലെ കളിയാക്കലും ചിരിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് പേടിയാണ്. അതായത് നിങ്ങളെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ആകെ ഒരു പേടി, ഒരു ടെൻഷനൊക്കെ തോന്നും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളടുത്ത് മിണ്ടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ടെൻഷനും പേടിയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇങ്ങനെ കാണിക്കുന്നവരിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കും. നിങ്ങളടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. ചിലർക്കാണെങ്കിൽ സംസാരിക്കാൻ വാക്കുകളെ കിട്ടത്തില്ല. അവർക്കിങ്ങനെ ആകെ വിക്കലൊക്കെ ആയിരിക്കും. പിന്നെ ചിലരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഏതാണ്ട് നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് ഓടി ഒളിക്കുന്ന രീതിയിൽ, എങ്ങോട്ടാണ് ഓടേണ്ടെന്ന് ഉള്ള രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇനി മറ്റു ചിലരാണെങ്കിലോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേടിച്ചിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ മനസ്സിൽ അവർക്ക് പലതും പറയാനുണ്ടാവും, എങ്കിലും നിങ്ങളെ കാണുന്ന ആ ഒരു പേടി കൊണ്ട് അവർക്കത് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി കുറെ ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് ടെൻഷനും അല്ലെങ്കിൽ പേടിയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നതാണ് കോൺഫിഡൻസ്. അതായത് നേരിട്ട് കാണുമ്പോൾ നിങ്ങളോട് മിണ്ടാൻ വേണ്ടി ഒട്ടും കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് മിണ്ടണമെങ്കിൽ അവരുടെ 1-2 ഫ്രണ്ട്സൊക്കെ എപ്പോഴും അവരുടെ കയ്യിൽ പിടിച്ച് അവരുടെ ചുറ്റും നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് ചാറ്റൊക്കെ ചെയ്യുകയാണ്, നിങ്ങൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് മിണ്ടാൻ വേണ്ടിയിട്ട് 100 നാവാണ്. എന്നാൽ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ നിലത്തൊക്കെ നോക്കി നിന്നിട്ട് ഒരക്ഷരം പോലും ആ ഒരു പെൺകുട്ടി നിങ്ങളോട് മിണ്ടുന്നുമില്ല. ഇവർ തന്നെയാണ് ഈ ചാറ്റ് ചെയ്യുന്നത് എന്ന് വരെ നിങ്ങൾക്ക് ഡൗട്ടും അടിക്കാം. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. അതായത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് പോലും ചെയ്യാത്ത ഒരു പെൺകുട്ടി നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. അതായത് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതിക്കൊണ്ട് വരുന്നു, നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് തരുന്നു, നിങ്ങളിപ്പോൾ ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ വർക്കൊക്കെ അവർ ചെയ്തു തരുന്നു. ഇങ്ങനെയൊക്കെ ഏത് വിധേനയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നടപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. പിന്നെ മറ്റു ചിലരുണ്ട്, അവർ വേറെ ഒന്നുമല്ല,
അവർ എന്തെങ്കിലും ഡയറി മിൽക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റോ സിപ്പപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റും നോട്ടും ഒക്കെ എഴുതി തരുന്നത്. ഇങ്ങനെ നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നിങ്ങളോട് ക്രഷ് ഉള്ളത്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാ പെൺകുട്ടികളും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു കമൻറ്റ് കൂടി ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഒരു കുഞ്ഞു കമൻറ്റ് കാണുമ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കര വലിയ മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ 5ാമതായിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അവരുടെ എപ്പോഴും ഒരു കൈ ഇങ്ങനെ തലയിലായിരിക്കും. എപ്പം നോക്കിയാലും അവരുടെ ഒരു കൈ ഇങ്ങനെ തലമുടി കൂടെ ഇങ്ങനെ ഓടി നടക്കും, അല്ലെങ്കിൽ ആ മുടിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടും. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും മുടിയിൽ മാത്രം പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.